പൊട്ടൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ 2026 ജൂൺ മാസം 1-ാം തീയതിയാണ് വ്യാഴത്തിന്റെ മാറ്റം. ഈ വർഷത്തെ മാറ്റമാണ്. അപ്പോൾ ഒരേ വർഷം കൂടുമ്പോഴാണ് വ്യാഴത്തിന്റെ മാറ്റം വരാറ്. കഴിഞ്ഞൊരു വർഷം നമുക്ക് 2-3 പ്രാവശ്യം മാറിയിരുന്നു. അപ്പോൾ ഈ പ്രാവശ്യം ജൂൺ 1-ാം തീയതിയാണ് ഇടവ മാസം 18-ാം തീയതി 2201-ാം ആണ്ട് ഇടവത്തിൽ 18-ാം തീയതിയാണ് മാറുന്നത്. അപ്പോൾ ഇടവക്കൂറുകാരെ സംബന്ധിച്ച് ഇവർക്ക് ഈ ഒരു വർഷമായിട്ട് ഇപ്പോൾ ജനുവരി മുതലൊക്കെ നമുക്ക് ഏറ്റവും നല്ലൊരു സമയമാണ് 2-ലായിരുന്നു വ്യാഴം നിൽക്കുന്നത്. ഇപ്പോൾ ജൂൺ 1-ാം തീയതി മുതൽ അവർക്ക് 3-ലേക്കാണ് വ്യാഴം മാറുന്നത്. അപ്പോൾ വ്യാഴം മാറുന്നത് ഏറ്റവും ഉച്ചരാശിയായ കർക്കിടക രാശിയിലേക്കാണ്. പക്ഷെ ഉച്ചരാശിയായ കർക്കിടക രാശി അത് ഇടവൻ രാശിക്കാർക്ക് 3-ാം ഭാവമാണ്. ഭാവം കൊണ്ട് നോക്കുമ്പോൾ നമുക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ മനസ്സ് വ്യാഴം 3-ൽ നിന്നാൽ മനസ്സ് ആലില പോലെ വരുന്നതാണ് പറയുന്നത്. ഇപ്പം എപ്പോഴും ടെൻഷൻ ഉണ്ടായിക്കൊണ്ടിരിക്കുക. എന്തെങ്കിലും ഒരു കാര്യത്തിന് പുറപ്പെടുമ്പോഴും ഒരു ടെൻഷൻ, അല്ലെങ്കിൽ ഒരു പ്രാവശ്യം പോകേണ്ട ഒരു കാര്യത്തിന് 3-4 പ്രാവശ്യം പോകേണ്ട ഒരു ബുദ്ധിമുട്ടുകൾ, അങ്ങനെയൊക്കെ ഉണ്ടാവാനായിട്ട് ഈ ഇടവ രാശിക്കൂറുകാർക്ക് പറ്റുന്നത്. കാർത്തികയുടെ 3/4 ഭാഗവും രോഹിണിയും മകേരത്തിന്റെ അരഭാഗവുമാണ് ഇടവക്കൂറിൽ വരുന്നത്. അപ്പൊ ഈ നക്ഷത്രങ്ങളിൽ പെടുന്ന ആൾക്കാർക്കാണ് ഏറ്റവും കൂടുതലായിട്ട് ഇങ്ങനെ ഒരു കാര്യം പറയുമ്പോൾ അത് 2-3 പ്രാവശ്യമായിട്ട് പോകേണ്ട ഒരു ബുദ്ധിമുട്ടുകൾ വരിക, മാനസികമായ അസ്വസ്ഥതകൾ വരിക, സാമ്പത്തികമായിട്ടാണെങ്കിലും ഇത്തിരി ബുദ്ധിമുട്ടുകളൊക്കെ വരുന്ന ഒരു സമയമാണ് ജൂൺ മാസം 1-ാം തീയതി മുതൽ വരുന്നത്. ഒരു വർഷക്കാലമാണ് നമുക്ക് വ്യാഴം കർക്കിടകത്തിൽ നിൽക്കുകയും ചെയ്യും. അപ്പൊ അതുകൊണ്ട് തന്നെ പക്ഷെ ശനീശ്വരൻ ഇവർക്ക് നല്ലതാണ്. ശനി 11-ലാണ് നിൽക്കുന്നത്. 11-ലെ ശനി എപ്പോഴും ലാഭത്തെ നമുക്ക് ചെയ്തു തരും, എപ്പോഴും ലാഭമാണ് കൊണ്ടുവരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ വ്യാഴനെ നന്നായി പ്രീതിപ്പെടുത്തണം. വ്യാഴത്തിന് എന്താണോ നമുക്ക് അസ്വസ്ഥതകൾ ഉണ്ടാവാതിരിക്കാനും, വ്യാഴം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഷ്ണു ക്ഷേത്രത്തിൽ പോവാ, പറ്റത്തക്ക വഴിപാടുകൾ ചെയ്യുക, പുതിയൊരു കാര്യത്തിലേക്ക് നമ്മൾ ഇറങ്ങി പുറപ്പെടുമ്പോൾ വിഷ്ണു പ്രീതിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് നെയ്വിളക്കാണ് കൂടുതലും കത്തിക്കുക. അങ്ങനെയൊക്കെ ചെയ്തിട്ട് നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ ഈ ഒരു വർഷം വളരെ സൂക്ഷിച്ച് രോഗങ്ങളൊക്കെ വരുത്തി. വ്യാഴം എപ്പോഴും രോഗങ്ങൾ ഉണ്ടാക്കും. അതും ടെൻഷനല്ലേ. അപ്പോൾ എപ്പോഴും ഹൃദയ സംബന്ധമായിട്ടുള്ളതോ അല്ലെങ്കിൽ ഉദര സംബന്ധമായിട്ടോ അങ്ങനെയൊക്കെ ഉണ്ടാവാനും സാധ്യതയുണ്ട്. അപ്പൊ നമ്മുടെ ഭക്ഷണ രീതികളൊക്കെ നന്നായിട്ട് ക്രമീകരിച്ച് നമുക്ക് രോഗങ്ങളെയൊക്കെ ഒന്ന് കുറച്ച് നന്നായിട്ട് ശനിയെ പ്രാർത്ഥിച്ച് പോയി കഴിഞ്ഞാൽ ഈ ഒരു വർഷം നമുക്ക് ഏറ്റവും നന്നായിട്ട് തന്നെ പോകാൻ പറ്റും. ശനിയാണ് നമുക്ക് ഏറ്റവും നന്നായിട്ട് നല്ല ഭാവത്തിൽ നിൽക്കുന്നത്. ശനി തരുന്ന നല്ല ഫലങ്ങൾ ഒരിക്കലും കുറയില്ല. ശനിയാണെങ്കിൽ മീനൻ രാശിയിലാണ്, അത് വ്യാഴത്തിന്റെ ക്ഷേത്രത്തിലാണ്. ശനീശ്വരൻ അതുകൊണ്ടാണ് പ്രാർത്ഥിക്കാൻ പറയുന്നത്. അപ്പോൾ വ്യാഴം നമുക്ക് ഇവിടെ മറഞ്ഞു നിന്നതാണെങ്കിലും ശനിയെ നന്നായിട്ട് ഭജിച്ച് ശനിക്ക് വേണ്ടി, ശനിയുടെ പ്രീതിക്ക് വേണ്ടി നമുക്ക് ശിവക്ഷേത്രത്തിൽ പോവാം. ശനീശ്വരന്റെ നവഗ്രഹങ്ങളിലെ ശനിക്കും വ്യാഴത്തിനും പട്ടും പൂജയൊക്കെ കൊടുത്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് വലിയ പ്രതിസന്ധിയൊന്നും ഇല്ലാതെ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. ഇപ്പൊ കുടുംബത്തിൽ കലഹമൊന്നും ഇല്ലാതെയും മനസ്സിന് ടെൻഷനൊന്നും ഇല്ലാതെ പെണ്ണുങ്ങൾക്കും നന്നായിട്ട് ടെൻഷനാണ്. അതുപോലെ തന്നെ കുട്ടികളിലും ഒക്കെ വരുന്ന മാറ്റങ്ങൾ ഈ കർക്കിടക രാശിയിലേക്ക്. വ്യാഴം ഏറ്റവും നല്ല സ്ഥാനമാണ് കർക്കിടകം. എങ്കിലും ഇടവൻ രാശിക്കാർ വളരെയധികം സൂക്ഷിച്ചു മുന്നോട്ട് പോവാം. ഈ പറയുന്ന വഴിപാടുകളൊക്കെ ചെയ്യാം. കർമ്മത്തിൽ വളരെയധികം ശ്രദ്ധിക്കുക. വരുന്ന സാമ്പത്തിക ഇടപാടുകളൊക്കെ ഒന്ന് നന്നായിട്ട് ഇരുന്ന് ചിന്തിച്ച്, അതായത് ഒരു പ്രാവശ്യത്തിന് പെട്ടെന്നൊരു മറുപടി പറയാതെ നമ്മൾ 2 ദിവസം ഇരുന്ന് ചിന്തിച്ച് വീട്ടുകാരോടൊക്കെ ഒന്ന് ആലോചിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു പ്രാവശ്യം ഒരു പ്രതിസന്ധികളില്ലാതെ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും.